ഓസ്ട്രേലിയയിലെ സീറോ മലബാർ വിശ്വാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും വിരാമമിട്ടുകൊണ്ട് മെൽബൺ സെയിന്റ് അൽഫോൻസ കത്തീഡ്രൽ കൂദാശ കർമ്മം നടന്നു. നവംബർ 23 ശനിയാഴ്ച നടന്ന കൂദാശ തിരുക്കർമ്മങ്ങൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെൽബൺ സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോൺ പനന്തോട്ടം, എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ എന്നിവർ സഹകാർമ്മികരായി. മാർ ജേക്കബ് മനത്തോടത്ത്, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജോസ് പൊരുന്നേടം, മാർ ജോസഫ് സ്രാമ്പിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഓസ്ട്രേലിയയിൽ കുടിയേറ്റക്കാരായി എത്തിയ ഓരോ സീറോ മലബാർ വിശ്വാസിയുടെയും ലക്ഷ്യം ഈ രാജ്യത്തെ ആത്മീയമായി കൂടുതൽ മനോഹരവും സമ്പന്നവുമാക്കുക എന്നതായിരിക്കണമെന്ന് സീറോ മലബാർ സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. കുടിയേറ്റത്തിലൂടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സമ്പത്തായിരിക്കണം നമ്മുടെ സീറോ മലബാർ പാരമ്പര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. True that you have come here to make your fortunes, and that is very realistic and most reasonable, and I know you will do it with responsibility. But at the same time, you shall not forget your presence in this country of migration, not with a material purpose. It has also a spiritual horizon. You are here not only to make money and make your fortunes, but also to make this country spiritually more beautiful. Our tradition shall be a wealth you are bringing from India, which can make this country more spiritual, more spiritually wealthy, and more God-oriented. 2013 ഡിസംബർ 23 മെൽബൺ ആസ്ഥാനമായും മെൽബൺ നോർത്ത് ഇടവക രൂപതയുടെ കത്തീഡ്രലായും ഫ്രാൻസിസ് പാപ്പ ഇന്ത്യക്ക് പുറത്തെ രണ്ടാമത്തെ സീറോ മലബാർ രൂപതയായി മെൽബൺ രൂപതയെ പ്രഖ്യാപിച്ചത്. രൂപതാ സ്ഥാപനത്തിന്റെ 10ാം വാർഷിക വേളയിലാണ് രൂപതയുടെ മുഖ്യ ദേവാലയമായ കത്തീഡ്രൽ ദേവാലയം സാക്ഷാത്കരിക്കപ്പെടുന്നത്. 550ഓളം കുടുംബങ്ങളുള്ള കത്തീഡ്രൽ ഇടവകയിലെ വിശ്വാസി സമൂഹത്തിന്റെ കഴിഞ്ഞ 15 വർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും കൂട്ടായ്മയുടെയും സാമ്പത്തിക സഹകരണത്തിന്റെയും ഫലമാണ് മെൽബൺ സെയിന്റ് അൽഫോൻസ കത്തീഡ്രൽ ദേവാലയം. 1000ഓളം പേർക്ക് ഒരേ സമയം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗകര്യം കത്തീഡ്രലിലുണ്ട്. പള്ളിയുടെ ഭാഗമായി തന്നെ 100ഓളം പേരെ ഉൾക്കൊള്ളാവുന്ന ചാപ്പലും ഒരുക്കിയിട്ടുണ്ട്. മലയാള മണ്ണിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ച സീറോ മലബാർ പാരമ്പര്യവും ക്രിസ്തുവിശ്വാസവും വരും തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ വിശ്വാസ പരിശീലന വേദികളും സ്വന്തമായൊരു ദേവാലയവും വേണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ നിന്നാണ് ഓസ്ട്രേലിയൻ സീറോ മലബാർ വിശ്വാസികളുടെ കത്തീഡ്രൽ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നത്. മെൽബൺ രൂപത അധ്യക്ഷൻ മാർ ജോൺ പനന്തോട്ടത്തിൽ, ചാൻസലർ ഫാദർ സിജീഷ് പുല്ലാങ്കുന്നിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കോലഞ്ചേരി, ഇടവക വികാരി ഫാദർ വർഗീസ് വാവോലിൽ എന്നിവരുടെ ശക്തമായ നേതൃനിരയാണ് മെൽബണിലെ സീറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ ഉന്നതിക്കായി അവരോടൊപ്പമുള്ളത്. ചർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.